വെൽക്കം ടു ദ നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് ചൂസിങ് യുവർ ബ്രൈഡൽ ഗൗൺ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ആഗ്ലാസ് ബോഡി ടൈപ്പിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗൗൺസിനെ പറ്റിയിട്ടാണ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെയർ ബോഡി ടൈപ്പിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗൗൺസിനെ പറ്റിയിട്ടായിരിക്കും. നാരോസ്റ്റ് ഷോൾഡേഴ്സ്, ഡിഫൈൻഡ് വേസ്റ്റ് ലൈൻ ആൻഡ് ഫുള്ളർ ഹിപ്സ് ആൻഡ് തൈസ് ആണ് പെയർ ബോഡി ടൈപ്പിന്റെ പ്രൊപ്പോർഷൻസ് വരുന്നത്. സോ നമ്മുടെ ഹിപ്പ് പോർഷൻ ആയിരിക്കും കമ്പാരിറ്റീവ്ലി ഷോൾഡർ ഓർ വേസ്റ്റിനെക്കാട്ടിലും വൈഡർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് പെയർ ബോഡി ടൈപ്പിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ ഏതൊക്കെ ഗൗൺസ് ആണ് ചൂസ് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. സോ ഫസ്റ്റ് വൺ വരുന്നത് ഏലിയൻ ഗൗൺ ആണ്, വിച്ച് ഇസ് എ സേഫസ്റ്റ് ഓപ്ഷൻ ഫോർ പെയർ ബോഡി. സോ പെയർ ബോഡി ടൈപ്പിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഹിപ്പ് പോർഷൻ ആണ് വൈഡർ ആയിട്ട് വരുന്നത്. സോ ആ ഒരു ഹിപ്പ് പോർഷൻ നമുക്ക് എൻഹാൻസ് ചെയ്യേണ്ട, യെറ്റ് നമുക്ക് ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ് യു ക്യാൻ ഗോ വിത്ത് എ ലൈൻ ഗൗൺസ്. അപ്പൊ നമ്മുടെ വേസ്റ്റ് ലൈനെ അത് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കും എ ലൈൻ ഗൗൺസ് വരുന്നത്. എ ലൈനിൽ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ അവോയ്ഡ് ചെയ്യേണ്ട മിസ്റ്റേക്സ് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഗ്യാദേഴ്സ് ഉള്ള ഗൗൺസ് ചൂസ് ചെയ്യാതിരിക്കുക. ഓൾസോ പ്ലീറ്റ്സ് ഒക്കെ വരുന്ന കൈൻഡ് ഓഫ് ഗൗൺസ് ചൂസ് ചെയ്യാതിരിക്കുക. അത് നമ്മുടെ വേസ്റ്റ് ലൈനിന്റെ ഹിപ്സിനെയും കുറച്ചുകൂടെ ബൾക്കിയർ ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കും. സോ നെക്സ്റ്റ് വൺ ഈസ് ഫിറ്റ് ആൻഡ് ഫ്ലെയർ. ഫിറ്റ് ആൻഡ് ഫ്ലെയർ പാറ്റേൺ എന്ന് പറയുന്ന ആഗ്ലാസ് ബോഡി ടൈപ്പിന് അതേപോലെ തന്നെ പെയർ ബോഡി ടൈപ്പിന് ഒരേപോലെ സ്യൂട്ട് ആവുന്ന ഒരു പാറ്റേൺ ആണ്. ഫിറ്റ് ആൻഡ് ഫ്ലെയർ ആൻഡ് മെർമെയ്ഡ് ഗൗൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പാറ്റേൺ ആണ്. ഫിറ്റ് ആൻഡ് ഫ്ലെയർ ചൂസ് ചെയ്യുമ്പോൾ അത് വൈസ്ലി ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഫിറ്റ് ആൻഡ് ഫ്ലെയറും എ ലൈൻ ഗൗണും കൈൻഡ് ഓഫ് സിമിലർ തന്നെയാണ്. പക്ഷെ ഫിറ്റ് ആൻഡ് ഫ്ലെയറിൽ നമ്മൾ എൻഹാൻസ് ചെയ്യുന്നത് ഹിപ്സിന് കൂടെ ഒരു എൻഹാൻസ് കൊടുക്കുന്നുണ്ടായിരിക്കും. ആൻഡ് ഓൾസോ നമ്മുടെ ഫ്ലെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് മിഡ് തൈസിൽ നിന്നായിരിക്കും. ഇറ്റ് ഹെൽപ്സ് ടു എൻഹാൻസ് ദ വേസ്റ്റ് ലൈൻ ആസ് വെൽ ആസ് ദി ഹിപ്സ്. So fit and flare is a combination of A-line as well as mermaid gowns. And the next one is empire waistline gown. So empire waistline gown is best if you have a shorter lower torso. A-lineൽ നമ്മുടെ വേസ്റ്റ് ലൈൻ, അതായത് നമ്മുടെ യോക്ക് പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കറക്റ്റ് വേസ്റ്റ് ലൈനിൽ തന്നെ ആയിരിക്കും. പക്ഷേ എംപയർ വേസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ അണ്ടർ ബസ്റ്റിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ദിസ് ക്രിയേറ്റ്സ് ആൻ ഇല്യൂഷൻ ടു മേക്ക് യുവർ ബോഡി ലുക്ക് മോർ ടോളർ. ഈ ഒരു ഗൗൺ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വേസ്റ്റ് ലൈനിൽ ഒരുപാട് വർക്ക് വരുന്ന രീതിയിലുള്ള ഫാബ്രിക്സ് ചൂസ് ചെയ്യാതിരിക്കുക. ഓൾസോ അവോയ്ഡ് ഹെവി ഫാബ്രിക്സ്, അതേപോലെ തന്നെ ഗ്യാദേഴ്സ് ആൻഡ് പ്ലീറ്റ്സ് വരുന്ന പാറ്റേൺസ് ചൂസ് ചെയ്യാതിരിക്കും. സോ ഫൈനൽ വൺ ഈസ് ഡ്രേപ്ഡ് പാറ്റേൺ ഗൗൺസ്. നിങ്ങളൊരു യൂണീക്ക് പാറ്റേൺ ആണ് നോക്കുന്നത് ആൻഡ് യു വാണ്ട് എൻഹാൻസ് യുവർ ഹിപ്സ്, then you can definitely go with the draped ones. As you can see over here, ഇതൊരു യൂണീക്ക് പാറ്റേൺ ആണ്. ഇതിന്റെ വേസ്റ്റ് ലൈൻ നോക്കിയാൽ അറിയാം, ഇറ്റ് ഹാസ് എ വി കട്ടിങ് which enhances the waistline as well as ഈ ഒരു drape pattern പോകുന്നത് കൊണ്ട് തന്നെ it also enhances the hip portion. So these are the patterns that are suitable for the pair body type. I hope this video was helpful for you guys. നിങ്ങൾക്ക് എന്തെങ്കിലും doubts ഉണ്ടെങ്കിൽ you can comment below. We'll be coming with new videos soon. Till then, bye bye.